അസ്സലാമലൈക്കും. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, 24-ാം തീയതി മലപ്പുറം ജില്ലയിൽ ശതാബ്ദി നമ്മുടെ ആ റാലി നടക്കുക. ആ ദിവസം നമ്മളൊക്കെ അറിയേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു മർസ മൗല്യമായതുകൊണ്ട് പറയാം. അപ്പം അന്നത്തെ ദിവസം ആ റാലിയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ മദ്രസയിൽ എന്ത് കാരണം ഉണ്ടെങ്കിൽ പോലും അതിൽ പങ്കെടുക്കാത്ത ഓരോ മുഅല്ലിമിനും അന്നത്തെ ശമ്പളം കട്ടാണ്. ശമ്പളം ഇല്ല. ക്യാഷ് ലീവ് ഉണ്ടെങ്കിൽ പോലും ക്യാഷ് ലീവ് തരൂല. LLP ആണ് എന്നാണ് തീരുമാനം. ഇത് ജില്ലാ കമ്മിറ്റീൻ്റെ അറിയിപ്പാണ്. ജില്ലാ കമ്മിറ്റി അറിയിച്ച റേഞ്ച് സെക്രട്ടറിമാർ അതാത് സദസ്യന്മാർക്ക് വിവരം കൊടുത്തൊരവസ്ഥയാണ്. പങ്കെടുത്ത ആൾക്കാർക്ക് പ്രത്യേക TA അലവൻസ് ഓരോരുത്തർക്കുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെയല്ല ജാഫർ സാഹിബേ, പങ്കെടുക്കൽ നിർബന്ധം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് 100-ാം വാർഷികം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സയ്യിദുൽ ഉലമയുടെ സന്ദേശ ജാഥ എന്നുള്ളത്. സമസ്തയുടെ നേതാക്കളും പ്രവർത്തകരും അതിന് കൊടുക്കുന്ന പരിഗണനയും പ്രാധാന്യവും, സാധാരണക്കാർ അതിൽ കൊടുക്കുന്നതിനുള്ള പരിഗണനയും പ്രാധാന്യവും അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും തുമ്പും പാലും ഇല്ലാത്ത ഒരു വോയിസ് കൂട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകരുത്. ഇന്ന് രാവിലെ ഹംദാനിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ, ഞാൻ ഓരോരുത്തരും പേര് പറയില്ല, ഒരുപാട് സാദാത്തുക്കളുണ്ട്. ഈ സാദാത്തുക്കളിൽ വളരെ പ്രധാനിയായ ഒരു മനുഷ്യൻ പറഞ്ഞത്, ഞാൻ ഇതിൻ്റെ കൂടെ പോകുന്നത് എന്തിനാണെന്നറിയോ? ഇതിൻ്റെ പേര് അവിടെയും വഴി ഉണ്ടാകാനല്ല, ഇത് അത്രയും പ്രധാനപ്പെട്ട ഒരു യാത്രയായതാണ്. സയ്യിദുൽ ഉലമന്റെ കൂടെ വരിക എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ കൂടെ വരുന്നത്. വേറെ ഏർപ്പാടില്ലാത്തതുകൊണ്ടൊന്നല്ല. എത്ര സാദാത്തുക്കളാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? എല്ലാ കബീലയിലും പെട്ട എന്ന് വേണമെങ്കിൽ പറയാം, മഷഹൂറായ എല്ലാ കബീലയിലും പെട്ട സാദാത്തുക്കൾ എത്ര പേര്. അതുപോലെ ഒരു ദിവസം പോലും വയലിനോ അല്ലെങ്കിൽ പ്രസംഗത്തിനോ ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കിട്ടണമെങ്കിൽ 2-3 മാസം മുമ്പ് ബുക്ക് ചെയ്യേണ്ട ആൾക്കാർ ഓല് 8-10 ദിവസം ഇതിന് മാറ്റി വെച്ചിട്ട് സൗകര്യം എന്താണോ ഒരു യാത്രക്കാരന് നൽകുന്ന സൗകര്യം, ആ സൗകര്യം ഉപയോഗിച്ച് യാത്രയിൽ കൂടാണ്. ഇത്ര പ്രാധാന്യമുള്ള ഒരു യാത്ര നടക്കുമ്പോൾ വിദ്യാഭ്യാസ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് കൂടി, അതിൻ്റെ കമ്മിറ്റി കൂടി, ആ കമ്മിറ്റി കൂടിയിട്ട് പാസ്സാക്കിയ ലീവാണ്. ആ ലീവ് ഞാൻ ടൂർ പോകുമെന്ന് പറഞ്ഞാൽ ആർക്കാണെങ്കിലും പിരാന്ത് പിടിച്ചു. അത് ടൂർ പോകാനുള്ള ലീവല്ല, അത് സയ്യിദുൽ ഉലമന്റെ ജാഥന്റെ കൂടെ പങ്കെടുക്കാൻ പാവപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക് അനുവദിക്കുന്ന ഒരു ആനുകൂല്യമാണ്. ആ ആനുകൂല്യം കിട്ടണേന്ന് ദ്വയർക്കണ നേരം വെളുത്ത് വൈകുന്നേരം ആകുമ്പോഴോളം ദ്വയർക്ക് കിടക്കണ മൗലിയമാരാണ് കേരളത്തിലുള്ള ഭൂരിഭാഗം 99.9. എന്നിട്ട് ഏതെങ്കിലും ഒരു അണ്ടനെ അടകോടനെ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ അത് നിർബന്ധമാണ്. അതിന് 2000 ഉറുപ്പ്യ കൊടുക്കണം. അതിന് ഒരു റേഞ്ചിൽ നിന്ന് 200 ഉറുപ്പ്യ കൊടുക്കാറിഞ്ഞ ഒരു റേഞ്ചിൽ ചുരുങ്ങിയത് ശരാശരി 80 മൂല്യന്മാരുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച്, 3 ഉറുപ്പ്യ മൂല്യർക്ക് വരൂല. അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. താല്പര്യമുള്ളവർക്ക് കൊടുക്കാൻ അത് അധികം. ഇപ്പം അതിൻ്റെ ഉത്തരവാദിത്വം അത് അങ്ങനെ കൊടുക്കുമ്പോൾ വാങ്ങേണ്ട ഉത്തരവാദിത്തമുള്ള ഒരാളാണ് ഞാൻ. അതിന് ഫീൽഡ് ഓഫീസർ എന്നാ പറയാം. ഒരാളെപ്പോഴും നിർബന്ധിപ്പിക്കരുത്. അതാണ് ഞങ്ങൾക്ക് കിട്ടിയ കർശന നിർദ്ദേശം. താല്പര്യമുള്ള മദ്രസ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി അവർക്ക് വേണമെങ്കിൽ ഉപഹാരം കൊടുക്കാം. ഷാളും ഇതൊന്നും കൊണ്ടുവരണ്ട. അതിനൊന്നും സയ്യിദുൽ ഉലമ വാങ്ങൂല, സയ്യിദുൽ ഉലമക്ക് കൊടുക്കണില്ല. അതൊക്കെ ഉപനായകർക്ക് വേണമെന്നുണ്ടെങ്കിൽ സമർപ്പിക്കാം. അത് ജനങ്ങളിടയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ അവസരമാണെന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ ഇതൊന്നും ഗ്രൗണ്ടൊന്നും അറിയാതെ ഏതെങ്കിലും ഒരുത്തം ഓൻ്റെ പെരിയിൽ ഓൻ്റെ തട്ടിൻ്റെ ഒരു മൂലക്ക് ഇരുന്നിട്ട് എന്തെങ്കിലും പറയുമ്പോഴത്തേന് അതിൻ്റെ പിന്നാലാണ്. കൂടാതെ ഈ ജാതിയിലൊന്ന് വന്നു നോക്കി, എന്നിട്ട് അതിലൊന്ന് പങ്കെടുക്കി, കണ്ണ് നിറഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമന്റെ ദ്വയിലൊന്ന് പങ്കെടുക്കാൻ നോക്കി, ദുന്യാവും ആഖിറവും കിട്ടും. അല്ലാതെ ഇത് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് മുട്ടായി തന്നില്ല, ഇന്നെ വിളിച്ചപ്പോൾ അങ്ങനെ ആയിപ്പോയി, ഇന്നോടത്ത് പറഞ്ഞില്ല. ആ പഴയ മൊരമ്പം കാരണന്മാരുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവമൊക്കെ എടുത്ത് വെച്ചിങ്ങാണ്ട് ഇതൊരു ചരിത്ര സംഭവമാണ്. കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള പ്രഭാഷകർ 2, 3, 4 ആഴ്ച മാറ്റി വെച്ചിട്ട് ഉറക്കമില്ലാതെ ഇതിനു വേണ്ടിയിട്ട് പിന്നാലെ നടന്നാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും കണ്ടത്. ആ നൗഷാദ് ബാഖവിയും ആ കബീർ ബാഖും എന്തിനും ഉറങ്ങിയിട്ടില്ല. എവിടെ ഏതാണ് ചോറ് കഴിച്ചു കൊടുത്ത് നോക്കി അവിടെ ഉണ്ടായാൾ, മൂത്രമൊഴിക്കാൻ പോയാൽ അവിടെ ആ ഭാഗത്തുണ്ടായാൾ, ഇപ്പുറത്ത് പോയാൽ ഇവർക്ക് ഇത് ഉറക്കം കിട്ടിക്കണമെന്ന് വെച്ചാൽ ഉറങ്ങുന്ന ആൾക്കാരെ അടിക്കുന്നുണ്ട്. നൗഷാദ് ബാഖവിക്ക് കുടിക്കോകാൻ നേരമില്ല. ഞാൻ 2 ആളടുത്ത് പറയല്ല, 2 ദിവസമായിട്ടുള്ളൂ. എന്നിട്ട് ഏതെങ്കിലും ഒരുത്തൻ്റെ വാർത്തൻ്റെ പിന്നാലെ നടക്കുക. തൗഫീഖ് ഉണ്ടെങ്കിൽ പടച്ച റബ്ബ് സാബിഖായ ഖദായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സയ്യിദുൽ ഉലമന്റെ യാത്രൻ്റെ ഒപ്പം ഉണ്ടാവും.
അതിനുള്ള തൗഫീക്ക് നിങ്ങൾ തുറന്നോളി. നിങ്ങൾ ഏതായാലും ഇപ്പോൾ ആ ഭാഗത്തല്ലേ, അങ്ങോട്ട് വരുന്നുണ്ട് വണ്ടി ഇൻഷാ അല്ലാഹ്. ഇതിങ്ങനെ കാണേണ്ടതാണ്. ഇതൊക്കെ ഒരു അനുഭൂതിയാണ്. എല്ലാം ഒഴിവാക്കിയിട്ട് മുദരിസന്മാർ ദിവസം മാറ്റി വെച്ചിക്കുക. ഈ സൈദുലമന്റെ യാത്ര കഴിഞ്ഞിട്ട് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയതുകൊണ്ടാണ്. ജമലുല്ലയിൽ തങ്ങൾ കോഴിക്കോട് കാളി അദ്ദേഹത്തിന്റെ ഉപനായകനായിട്ട് പേര് നടക്കല്ല, ഫുൾ ടൈം പിന്നാലെയാണ്. മൂപ്പർക്ക് എല്ലാ ഞായറാഴ്ചയും വ്യാഴാഴ്ച നിക്കാഹ് മറ്റേത് അറിഞ്ഞാണ്ട് എന്തെല്ലാം പരിപാടികളുണ്ട്. അതൊക്കെ ഇനി തങ്ങളെ യാത്ര കഴിഞ്ഞിട്ട് ഇത് സയ്യിദുൽ ഉലമല്ല, സയ്യിദു ഖായിദ് അല്ലെങ്കിൽ ഖായിദു ഹാദിയിൽ ഉമ്മയാണ്. ഈ മനുഷ്യൻ 10 ദിവസം ഇതിനു വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഒപ്പം നിൽക്കാതെ വരട്ട് ചൊറിയേറ്റ് നടക്കുന്ന ആൾക്കാർ മുണ്ടാതെ പോകാൻ പരിച്ച കൈമാരെ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അവർക്കൊക്കെ നല്ല മനസ്സെടുക്കട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സയ്യിദുൽ ഉലമയുടെ യാത്രയിൽ കൂടെ ചേരാൻ എനിക്ക് തൗഫീഖ് ഉണ്ടായി, അൽഹംദുലില്ലാഹ്. കന്യാകുമാരിയിലെ നാഗർകോവിൽ മുതൽ നാഗർകോവിലെ ഉദ്ഘാടന സെഷനൊക്കെ 1.5 ആയിരുന്നു. മാഷാ അല്ലാഹ്. നാഗർകോവിലിൽ അന്തം വിട്ടിട്ടുണ്ടാവും, എന്തൊരു സംഭവം, എന്തായി നടക്കണത്. മാഷാ അല്ലാഹ്. അത് മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾക്ക് സമസ്തയെ മനസ്സിലാക്കാനായി. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തെ പരിപാടി. ഈ യാത്രയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിലെ സ്ഥിരാംഗങ്ങളിൽ ഒരുപാട് സയ്യിദുമാരുണ്ട്. ഷിഹാബി കബീലി പെട്ടോല്, അതുപോലെ തന്നെ ജമലുല്ലൈലി കബീ പെട്ടോല്, ഐദ് റൂസി, എല്ലാ കബീലയിലും എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഈ യാത്രയിലുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ഫാദില് തങ്ങള്, ജമലുല്ലൈലി തങ്ങള്, പാണക്കാട്ടെ സാബിഖ് അലി തങ്ങള്, റഷീദ് അലി തങ്ങള്, ആഷിർ അലി തങ്ങള്, OMS തങ്ങള്, ഇങ്ങനെ TPC തങ്ങള്, അതായത് കേരളത്തിലെ അറിയപ്പെടുന്ന എല്ലാ സാദാത്ത് കുടുംബങ്ങളിൽ നിന്നും ഒരംഗമെങ്കിലും സയ്യിദുൽ ഉമ്മന്റെ ഒപ്പുണ്ട് എന്നുള്ളതാണ്. വല്ലാത്തൊരു രസകരമായ യാത്ര. എല്ലാവരും സയ്യിദുൽ ഉലമയെ എങ്ങനെ ശരിക്കും ആ ഒരു വാക്കും അല്ലെങ്കിൽ എന്താണ് അതിന് പറയാ, ആ പറഞ്ഞ ശരിക്കും ഒരു സയ്യിദുൽ ഉലമ മാത്രമല്ല, സയ്യിദു സാദാത്തും കൂടി തന്നെയാണ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ. ജിഫ്രി തങ്ങളെ കാണാൻ വേണ്ടി ആൾക്കാർ ഇപ്പൊ ഇന്നലെ കൊല്ലത്തൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്തത് രാത്രി 9 മണി വരെയാണ്. അപ്പൊ MLA പരിപാടി തീരുന്ന വരെ നിങ്ങൾ പൊയ്ക്കോളി അറിഞ്ഞിട്ട് പോണില്ല, സയ്യിദുൽ ഉലമ വരട്ടേന്ന്. ഇനിയിപ്പോ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആണ് വരുന്നുണ്ട്. നാളെ ഇന്നിപ്പോ ഇനി ആലപ്പുഴ കഴിഞ്ഞിട്ടാണ് വരും. അവിടെ എവിടെയെങ്കിലൊക്കെ വൈക്ക നിന്നുങ്ങാണ്ട് നോക്കിക്കാളാണ്ടേ. എന്നിട്ട് പിന്നെ ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ട് അതില്ല, ഇതില്ല, മറ്റേതില്ല, കാറ് വലിപ്പം കൂടി. അല്ലാഹു തആല ഒരു മനുഷ്യനെ പൊന്തിച്ചാൻ തീരുമാനിച്ചാല് ഇങ്ങള് 4 ആള് കൂടി ഇരുന്ന് യാസീൻ ഓതിയ ഇത് താകണ കോലല്ല മക്കളെ. എന്താ കാട്ടണു? ഒന്നുമില്ല, മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. എന്താന്നറിയ യാത്ര അടിപൊളി, മാഷാ അല്ലാഹ്. ഇന്നലെ കബീർ ബാക്കവി, അതേപോലെ തന്നെ നൗഷാദ് ബാക്കവി, ഓലെ 2 ആളെ ദിവസമായിരുന്നു ഇന്നലെ. എന്താണ് ഓരൊക്കെ സ്വീകരണം കൊടുത്തത്. പാവം ആ നൗഷാദ് ബാക്കവിയൊക്കെ ഉരുകിത്തീരാണ്. സയ്യിദുൽ ഉലമ ഞങ്ങളുടെ നാട്ടിൽ വരുമ്പോ ഒരു പൊടിക്ക് കുറവുണ്ടാകരുത് എന്ന് ചിന്തിച്ചിട്ടാണ് ആ പണി. കബീർ ബാക്കവിന്റെ മുഖം ഇങ്ങനെ കണ്ടാല് ഉറങ്ങാതെ. പിന്നെ സ്ഥിരാംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് ഓരോ ദിവസം കൂടുകയാണ്, ഓരോ ദിവസം കൂടുക. എന്ത് സ്ഥിരാംഗങ്ങളാ? ഞങ്ങളും ഉണ്ട് കൂടെ. എന്താ കാട്ട്? ഒഴിവുള്ള ആൾക്കാരും ഇല്ലാത്തുള്ളവരും എല്ലാവരും ഉണ്ടാക്കന്നെ. സയ്യിദുൽ ഉലമ പോകുമ്പോ ഞങ്ങളുണ്ട്. 300 കരുതിയതൊക്കെ വിട്ടുകൊടുക്കും. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ഭാഗവാക്കാവാൻ, ഇതിന്റെ കൂടെ ചേർന്ന് എവിടുന്നെങ്കിലും ഒന്ന് കൈവീശിയിട്ടെങ്കിലും ഒന്ന് ഇതുമായി സഹകരിക്കാൻ, അതൊക്കെ ഒരു വല്ലാത്ത തൗഫീഖാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.